മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരരെ, ഇന്ന് ഈസ്റ്റർ സൺഡേ, ഈസ്റ്റർ ഞായറാഴ്ച. നാം ഓരോരുത്തരും വിശ്വാസത്തോടെ, ആഹ്ലാദത്തോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ ഈശോയുടെ ഉത്ഥാനത്തിന്റെ തിരുനാൾ കൊണ്ടാടുകയാണല്ലോ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർ 1 ലേഖനം 15 അധ്യായം 14 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. 15 അധ്യായം 17 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ്, നിങ്ങൾ നിങ്ങളുടെ പാവത്തിൽ തന്നെ വർത്തിക്കുന്നു. ക്രൈസ്തവരായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് ക്രിസ്തുവിന്റെ ഉയർപ്പ്. അവിടെ പൗലോസ് പറയുന്നത്, യേശു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, ഞങ്ങളുടെ പ്രഘോഷണം വ്യർത്ഥം, നിങ്ങളിപ്പോഴും പാവത്തിൽ തന്നെ ജീവിക്കുന്നു. നമുക്ക് പറയാൻ സാധിക്കും, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ കുദാശകൾക്ക് എന്ത് പ്രയോജനം? എങ്ങനെയാണ് നമുക്ക് പുസ്തകത്തിലെ പാപമൊന്നും ലഭിക്കുക? എങ്ങനെയാണ് ഓസ്തിയിലും വീഞ്ചിലും യേശുവിന് സന്നിധനാകാൻ പറ്റിയത്? എങ്ങനെയാണ് ആ യേശു നമുക്ക് രോഗശാന്തി നൽകുവാനായിട്ട് സാധിക്കുന്നത്? യേശു സത്യമായിട്ടും ഉയർത്തെഴുന്നേറ്റുന്ന സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായിട്ട് പല ഭാഗം നമ്മൾ വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് യേശുവിന്റെ ഉയർപ്പ്. നമുക്കറിയാം, മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ് മരണം. യേശു മരണത്തെ തോൽപ്പിച്ചിരിക്കുന്നു. വെളിപാടിന്റെ പുസ്തകം 1 അധ്യായം 5 വാക്യത്തിൽ പ്രകാരം വായിക്കുന്നുണ്ട്: വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപനുമായ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും. ഉയർപ്പിക്കപ്പെട്ട യേശു നമുക്ക് ഓരോരുത്തർക്കും കൃപയും സമാധാനം നൽകുന്നതാണ് വെളിപാട് പുസ്തകം നാം വായിക്കുന്നത്. നമുക്ക് ഓരോരുത്തർ കൃപ ലഭിക്കുന്നത്, സമാധാനം ലഭിക്കുന്ന യേശുവിൽ നിന്നാണ്. ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപനായ യേശുവാണ്, വിശ്വസാക്ഷിയാണ്, മൃതരിൽ നിന്നുള്ള ആദ്യജാതനാണ്. പത്രോസ് ശ്ലീഹ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 2 അധ്യായം 24 വാക്യത്തിൽ പ്രകാരം പറയുന്നു: അവന് മരണത്തിന്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈസ്റ്റർ ദിനത്തിലെ യേശുവിന്റെ ഉയർപ്പ് തിരുനാളിലെ ഏറ്റവും വലിയ സന്ദേശം ഇതാണ്: അവന് മരണത്തിന്റെ കീഴിൽ വസിക്കുക അസാധ്യമായിരുന്നു. യേശു ഇന്നും ജീവിക്കുന്നു, യേശു എന്നും ജീവിക്കുന്നു. ആ യേശുവിലാണ് നാം ഓരോരുത്തരും വിശ്വസിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട് പൗലോസ് ശ്ലീഹ എങ്ങനെയാണ് യേശുവിനെ അനുഭവിക്കുന്നതെന്ന്. യേശു സൗലോട് പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. പീഡിപ്പിക്കുന്ന ഓരോ മനുഷ്യരിലും, സഹനത്തിൽ തീർച്ചയായും ഓരോ മനുഷ്യരിലും യേശു ഉണ്ട്. യേശു നമ്മോടൊപ്പം സഹിക്കുന്നു. അതുകൊണ്ടാണ് സൗലോട് പറഞ്ഞ്, നീ എന്നെ പീഡിപ്പിക്കുന്നുവെന്ന്, അല്ലെങ്കിൽ നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാനെന്ന്. നമുക്കറിയാം, ആദ്യമ ക്രൈസ്തവരെ സൗൽ പീഡിപ്പിക്കുക ചെയ്തിരുന്നു. ആ പീഡനത്തിൽ യേശു സഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാനെന്ന്. വീണ്ടും നാം കാണാൻ സാധിക്കും, യേശു ശിഷ്യന്മാർക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്, അവർക്ക് സന്തോഷം നൽകുന്നത്, അവർക്ക് അനുഗ്രഹം നൽകുന്നത്. തിബേരിയസ് കടൽത്തീരത്ത് പ്രത്യക്ഷപ്പെട്ട യേശു എന്താണ് ശിഷ്യന്മാരോട് പറഞ്ഞത്? വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്ക് ഒന്നും കിട്ടിയില്ല. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശു പറഞ്ഞ കാര്യം അവരനുസരിച്ച്. പിന്നീട് എന്താണ് സംഭവിച്ചത്? പ്രകാരം നാം വായിക്കുന്നുണ്ട്, വലയിലാകപ്പെട്ട മത്സ്യത്തിന്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റുവാൻ അവർ കഴിഞ്ഞില്ല. അവർക്ക് മനസ്സിലായി അത് യേശുവാണ്. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരരെ, ഉയർപ്പ് തിരുനാളിന്റെ അല്ലെങ്കിൽ ഈസ്റ്ററിന്റെ ഏറ്റവും വലിയ സന്ദേശം, മെസ്സേജ് എന്ന് പറയുന്നത് ഇതാണ്: യേശു എല്ലാം കാണുകയും അറിയുകയും സഹിക്കുകയും ചെയ്യും. ശിഷ്യന്മാർ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ യേശു അവിടെ പോയി അവർക്ക് അനുഗ്രഹം നൽകുകയാണ് ചെയ്യുന്നത്. രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും ലഭിച്ചില്ലെങ്കിലും യേശുവിനെ അവർ അനുസരിച്ചു. അതുപോലെ തന്നെ സാവൂളുമായിട്ടുള്ള എൻകൗണ്ടറിൽ സാവൂൾ യേശുവിനെ സ്നേഹം അനുഭവിച്ചപ്പോഴും, യേശുവാണ് പീഡിപ്പിക്കപ്പെടുന്നെന്ന് അറിഞ്ഞപ്പോഴും സാവൂൾ പൗലോസ് ശ്ലീഹയായിട്ട് മാറുകയാണ്. മാനസാന്തരം സംഭവിക്കുന്നത്. ഇന്ന് ഈസ്റ്റർ ഞായറാഴ്ച യേശു എന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും, പ്രയാസങ്ങളും, ക്ലേശങ്ങളും, രോഗങ്ങളും യേശു അനുഭവിക്കുന്നുണ്ട്. കാണുകയോ കേൾക്കുകയോ മാത്രമല്ല, ആ യേശുവിൽ ഉറച്ചു വിശ്വസിക്കുക. അപ്പോൾ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാകും. ശിഷ്യന്മാർ ഒത്തിരി പരിശ്രമിച്ചവർക്ക് അവർക്ക് മത്സ്യമൊന്നും ലഭിച്ചില്ല. അവർക്ക് മത്സ്യപിക്കുന്നത് അസാധ്യമായി തീർന്നു. അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെങ്കിൽ, എന്നാൽ യേശു വന്നപ്പോൾ അത് സാധ്യമായി തീർന്നു.
യേശു ക്രൂശിൽ മരിച്ചു, യേശു അടക്കപ്പെട്ടു. എന്നാൽ യേശു ഉത്ഥിതനായി. യേശു ആൽഫയും ഒമേഗയുമാണ്. എന്നും ജീവിക്കുന്നു, ഇന്നും ജീവിക്കുന്നു, മരണത്തെ കീഴടക്കി. ആ യേശു വിശ്വസിക്കുക. നമ്മുടെ പ്രയാസങ്ങളും ക്ലേശങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും യേശു സഹിക്കുന്നു. അത് മനസ്സിലാക്കി നാം മുന്നോട്ട് ജീവിക്കാൻ പരിശ്രമിക്കാം. ഉത്ഥിതനായ ക്രിസ്തു നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.